എല്ലാവർക്കും നമുക്ക് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മാക്ബുക്ക് എയർ M2 സ്റ്റാർലൈറ്റ്. ഹായ് ഗൈസ്, എല്ലാവർക്കും നമുക്ക് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. കുറേ നാൾക്ക് ശേഷം വീട്ടിൽ നമ്മൾ വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് ലാപ്ടോപ്പ് മേടിക്കാനായിട്ട് പോകണം. അപ്പം ഏത് ലാപ്ടോപ്പാണെന്ന് നമുക്ക് അറിയാമല്ലോ, നിങ്ങൾ തമിഴിൽ ഓൾറെഡി കണ്ടു കാണുകയും. യെസ്, ഇത് മാക്ബുക്കാണ്. മാക്ബുക്കിൻ്റെ M2 അല്ലെങ്കിൽ M3 ഞങ്ങൾ ഏതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കിയിട്ടായിരിക്കും എടുക്കാൻ പോകുന്നത്. ഏതൊരു M2 അല്ലെങ്കിൽ M3 ആയിരിക്കും എടുക്കാൻ പോകുന്നത്. M2ൽ തന്നെ രണ്ട് മോഡലുണ്ട്, 14 ഇഞ്ചും 15 ഇഞ്ചും. 14 ഇഞ്ചല്ല, 13.6 ഇഞ്ചും പിന്നെ 15 ഇഞ്ചും, 15 ഇഞ്ചുമാണ്. ഇത് രണ്ടാണ് ഓപ്ഷൻ. ഏതായിരിക്കും നല്ലതെന്ന് പോയി നോക്കിയിട്ട് മേടിക്കുന്നതായിരിക്കും. സോ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആക്ച്വലി ഒരു മാക്ബുക്ക് എടുക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ദ തിങ് ഈസ് ഒരു ഐഫോൺ ഉപയോഗിക്കുന്ന ഒരാൾ ഒരു ഫയൽ ട്രാൻസ്ഫറിനൊക്കെ ഉപയോഗിക്കേണ്ടത് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നതനുസരിച്ച് മാക്ബുക്ക് ആയിരിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുമ്പോഴത്തേന് ഇറ്റ് ഹാസ് ടു ബി എഫിഷ്യൻസി. കാര്യം ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് മെയ്റ്റ് ബുക്കാണ്. മെയ്റ്റ് ബുക്കിലോട്ട് ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ്. ഐഫോണിൽ നിന്നുള്ളത് ഒന്നാമത്തെ കാര്യം നല്ല സ്റ്റോറേജ് ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു എൻ്റെ ഇപ്പോൾ 12 Pro Max ആണെങ്കിൽ 15 GB 256 GB 256 GB തീർന്നെന്ന് തോന്നുന്നു. അതിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത്രയും GB ഉണ്ട്. അതും എനിക്ക് തോന്നുന്നു കുറച്ച് ഫയലും കണ്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ആ വീഡിയോ ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന കുറേ വീഡിയോസ് ഉണ്ട്. ഒരു 5 മിനിറ്റുള്ള വീഡിയോ ഏകദേശം 2 GB 3 GB കാണും. അപ്പം അതൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും എഫിഷ്യൻ്റ് എന്ന് പറയുന്നത് മാക്ബുക്ക് തന്നെയായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ മാക്ബുക്ക് എടുക്കാമെന്ന് പറയുന്നതിൻ്റെ കാരണം. അല്ലെങ്കിൽ ഒരു ആൾക്ക് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല ഒരു മാക്ബുക്ക് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാര്യം ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മെയ്റ്റ് ബുക്ക് ഈസ് മോർ ദാൻ എനഫ് ഫോർ എ നോർമൽ ഓഫീസ് ഗായ്. എനിക്കെന്നെ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു മോഡൽ ഇപ്പോൾ എനിക്കൊന്ന് 2021 മേടിച്ചാണ് ഞാൻ ആ മെയ്റ്റ് ബുക്ക്. ഇതുവരെ ഒരു പ്രശ്നമില്ല, നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് വരെ അതിനകത്താണ്, ഇൻക്ലൂഡിങ് നല്ല ഏതൊക്കെ ഏറ്റവും ഇത് പാടിയിട്ടുള്ള അതായത് ഡാവിഞ്ചി റിസോൾവ്, അതുപോലെ തന്നെ FL സ്റ്റുഡിയോ, പിന്നെ അതുപോലെ തന്നെ അഡോബ് പ്രീമിയർ റഷ്, അഡോബ് പ്രീമിയർ പ്രോ, ഇതെല്ലാം ഞാൻ അതിലാണ് റൺ ചെയ്യിക്കുന്നത്. ഒരു പ്രശ്നവുമില്ല. പിന്നെ പ്രശ്നം വരുന്നതെന്ന് പറയുമ്പോഴത്തേന് അത് എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേന് കുറച്ച് താമസം എടുക്കും. ഏകദേശം ഒരു 15 ഒരു 10 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ 15 മിനിറ്റ്സ് എടുക്കും. ഒരു 20 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ എടുക്കും കംപ്ലീറ്റ് പ്രോസസ്സിങ് ചെയ്യാൻ എനിക്ക്. ബട്ട് ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. എനിക്ക് ആ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് എനിക്ക് വേറെ തമ്മിൽ ക്രിയേറ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങനെ പോകും. സോ ഓഫ് കോഴ്സ് ഇപ്പം ഐഫോൺ ഉള്ളവർ മാക്ബുക്ക് എടുക്കുക, ഐഫോൺ ഇല്ലാത്തവർ അല്ലെങ്കിൽ ഐഫോൺ ഉണ്ടെങ്കിലും ട്രാൻസ്ഫർ ഒന്നും ആവശ്യമില്ലാത്തവർക്ക് ഐ വുഡ് റെക്കമെൻഡ് ഇനി അതർ ലാപ്ടോപ്സ്. ഇപ്പം എത്രയോ ലാപ്ടോപ്സ് ഉണ്ട്. HP ഉണ്ട്, ലെനോവോ ഉണ്ട്, ഹ്വാവേ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ മാക്ബുക്കിലേക്ക് എടുക്കാം. മാക്ബുക്കിൻ്റെ അൺബോക്സിങ് എല്ലാവരും ഇനി കാണാൻ പോകുന്നത് ബ്ലോഗ്. സോ നമ്മുടെ പ്രോഡക്റ്റ് നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ മാക്ബുക്ക് എയർ M2 സ്റ്റാർലൈറ്റ് കളർ വരുന്നത്. സോ ഇതിൻ്റെ അൺബോക്സിങ് നമുക്കൊന്ന് കാണാം. സോ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ പാക്കേജിങ് വരുന്നത്. സോ നമുക്കൊന്ന് പാക്കേജിങ് ഓപ്പൺ ചെയ്യാം. നമ്മുടെ എപ്പോഴത്തെയും മാക്ബുക്കിൻ്റെ കൂട്ടുള്ളൊരു ക്ലീൻ പാക്കേജിംഗ് ആണ് അവർ തന്നിരിക്കുന്നത്. സോ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത് പറയുന്നത് നമ്മുടെ മാക്ബുക്കാണ് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കുന്നത്. അഫ്കോഴ്സ് ഒരു പ്രീമിയം ലുക്ക് വന്നിട്ടാണ് ആപ്പിൾ എപ്പോഴും അവരുടെ പ്രൊഡക്ട്സ് തരുന്നത്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മാക്സേഫ് കേബിളാണ് തന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻസ് പല ഭാഷയിലുള്ളതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ആപ്പിളിൻ്റെ സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. 2 ആപ്പിൾ സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 30 വാട്ടിൻ്റെ പവർ അഡാപ്റ്റർ, അത് പവർ ബ്രിക്ക് അത് തന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ആപ്പിൾ എടുത്ത് കളഞ്ഞിട്ടില്ല, ബട്ട് വരാൻ പോകുന്ന കാലങ്ങളിൽ കളയാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ അതായത് ലാപ്ടോപ്പിലേക്ക് വരുവാണെങ്കിൽ വണ്ടർഫുൾ കളറാണ്. എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ലെറ്റ് മീ നോ യുവർ തോട്ട്സ്. സോ യെസ്, ഇതാണ് നമ്മുടെ മാക്ബുക്ക് എയർ M2. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു അടിപൊളി ലാപ്ടോപ്പാണ്. ഇത് എനിക്ക് 2022 ഇറങ്ങിയ ഒരു കിടിലൻ ലാപ്ടോപ്പാണ്. സോ ഇതിപ്പോൾ ഞാൻ മേടിച്ച കളർ എന്ന് പറഞ്ഞാൽ സ്റ്റാർലൈറ്റ് ആണ്. ഒരു ഗോൾഡ് ടച്ച് ഉള്ളൊരു കളറ്.
ഇത് മേടിക്കാനുള്ള കാരണം മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ് ഉള്ളത്. പക്ഷേ അത് ഭയങ്കര ഫിംഗർ പ്രിൻറ്റ് സ്മഡ്ജസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്തത്. ഇതിലും ആവും, എന്നാലും കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ പ്രിഫർ ചെയ്തത്. ദിസ് ലുക്സ് അമേസിങ് ആൻഡ് ഓഫ് കോഴ്സ് സോ ക്ലീൻ ആൻഡ് വണ്ടർഫുൾ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് അതല്ലേ ഒരു 30 വാട്ടിൻ്റെ ഒരു പവർ അഡാപ്റ്റർ, കൂടെ ബ്രേഡഡ് USB കേബിൾ, അതായത് മാക്സേഫ് ആണ്. അതിൻ്റെ വേറൊരു ഭാഗത്ത് USB Type-C കൊടുത്തിരിക്കുന്നു അലോങ് വിത്ത് മാക്സേഫ്. അതായത് മാക്സേഫ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ചാർജിങ് പോയിട്ട്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഉണ്ടോ, ഇത് മാഗ്നറ്റായിട്ട് കണക്റ്റ് ആവുന്നതാണ്. ഇത്രേ ഉള്ളൂ, ഭയങ്കര ഈസിയാണ്. സോ ഇത് നമുക്കിനി ഒന്ന് ബൂട്ട് ചെയ്ത് നമുക്ക് നോക്കാം ഹൗ ദിസ് ലുക്സ് ആൻഡ് ഹൗ അമേസിങ് ഇറ്റ് ഈസ്. സോ നമുക്ക് ഫസ്റ്റ് ലുക്ക് നോക്കാം. ഇതിവിടെ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് തന്നെയാണ് ഞാൻ തന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ മാക്ബുക്ക് എയർ M2. ഇത് ഏത് ഭാഷയാണ്? ചൈന സംതിങ്. ഇതാണ് നമ്മുടെ യഥാർത്ഥ ഭാഷ. ഹലോ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ശരിയാ, ദാറ്റ്സ് ഇറ്റ്. നമുക്കതായിരുന്നു കാണേണ്ടത്. ഇനി ഇതൊന്ന് ക്വിക്കായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. സോ യെസ്, നിങ്ങൾ മുമ്പേ കണ്ട വീഡിയോയ്ക്ക് ശേഷം ഞാനൊരു വീഡിയോ എടുത്തില്ല. എനിക്കറിയത്തില്ല എന്തുകൊണ്ട് ഞാനത് ചെയ്തെന്ന്. ഇപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്തുകൊണ്ട് ഞാൻ എടുത്തില്ല എന്ന്. ഐ എം സോറി ഫോർ ദാറ്റ്. ഇതിനെക്കുറിച്ചുള്ള ഇനി ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് മാക്ബുക്ക് എന്താണ് അതിനകത്ത് എന്താ പറയുക, ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ അടുത്തായിട്ട് ഇടുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. സോ സങ്കടമുണ്ട് ഞാൻ അതിനുശേഷം വീഡിയോ എടുക്കാനതിൽ. അതിൻ്റെ ഒരു കാരണമുണ്ട്. ഞാൻ അതിന് ആ ഒരു മാക്ബുക്ക് ആദ്യമായിട്ടാണ് ഞാൻ മാക്ബുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ അതിൻ്റെ പുറകെ പോയതായിരിക്കാം. സോ അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. സോ ഐം സോറി ഫോർ ദാറ്റ്. ബട്ട് ഇതിലും നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് കാത്തിരിക്കുക നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് AJS സൈനിങ് ഓഫ് ഫ്രം ആരോൺ J Vlog ആൻഡ് ടേക്ക് കെയർ. ബൈ.